മത്സരത്തിന്റെ 95 മിനിറ്റും അയാൾ തന്റെ ടീമിനായി പോരാടുന്നുണ്ട്. തുടർന്ന് ഏറ്റവും അവസാന മിനിറ്റിൽ റൈറ്റ് വിങ്ങിലേക്ക് പന്തെത്തുന്ന നിമിഷം ആ ക്രോസ് ചോദിച്ചു വാങ്ങി ബോക്സിലേക്കെത്തി. നിമിഷാർദ്ധം കൊണ്ട് കൃത്യമായ പൊസിഷൻ ചെയ്താണ് കണ്ണഞ്ചിപ്പിക്കുന്ന ബൈസിക്കിൾ കിക്ക് അയാൾ തൊടുക്കുന്നത്. 33-ാം വയസ്സിലാണ് സാക്ഷാൽ ബഫണിന്റെ പോസ്റ്റിലേക്ക് ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ അയാളുടെ ഐക്കോണിക് ബൈസിക്കിൾ ഗോൾ പിറക്കുന്നത്. 7 വർഷങ്ങൾക്കിപ്പുറം ടൂറിൽ നിന്നും റിയാദിലേക്കെത്തി എന്ന മാറ്റം മാത്രമേ അയാൾക്ക് വന്നിട്ടുള്ളൂ. 40-ാം വയസ്സിലും അക്രോബാറ്റ് സ്കില്ലിന്റെ പെർഫെക്റ്റ് എക്സിക്യൂഷൻ അതിമനോഹരമായി അയാൾ ആവർത്തിക്കുന്നത് അനായാസമായാണ്. പെനാൽറ്റികളും ടാപ്പിൻ ഗോളുകളുമായി കാലം കഴിക്കേണ്ട പ്രായത്തിൽ ഒരു 18-കാരന്റെ മെയ്വഴക്കത്തോടെ അയാൾ വിസ്മയിപ്പിക്കുന്ന കഥ അതൊരു വല്ലാത്ത കഥയാണ്. സൗദി പ്രോ ലീഗ് മത്സരത്തിൽ അൽ ഖലീജിനെതിരെ 4-1 വിജയം നേടിക്കൊണ്ടാണ് അൽ നാസർ മത്സരം അവസാനിപ്പിച്ചത്. സീസണിലെ തുടർച്ചയായ 9ാമത്തെ വിജയമായിരുന്നു ഇത്. ആദ്യ പകുതിയിൽ മധ്യത്തിൽ നിന്ന് ജാവോ ഫെലിക്സ് സ്കോറിംഗ് ആരംഭിച്ചു. തുടർന്ന് വെസ്ലിയുടെ ഒരു കോമ്പോസിറ്റ് ഫിനിഷിംഗ് കൂടെയായപ്പോൾ 2-0 എന്ന ലീഡിൽ അൽ നാസർ ഇടവേളയിലേക്ക് നയിച്ചു. മത്സരം പുനരാരംഭിച്ചതിന് തൊട്ടു പിന്നാലെ അൽ ഖലീജ് ഒരു ഗോൾ മടക്കി. ഒരു തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങൾ അവർ കാണിച്ചു. എന്നാൽ സാദിയോ മാനെ കൃത്യമായ സ്ട്രൈക്കിലൂടെ അത് 3-1 മാറ്റി. മത്സരത്തിന്റെ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ നിമിഷം അധിക സമയത്തായിരുന്നു. 90+6-ാം മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ പ്രശസ്തമായ 2018 ചാമ്പ്യൻസ് ലീഗ് ഗോളിനെ ഓർമ്മിപ്പിക്കുന്ന അതിസുന്ദരമായ ഒരു ബൈസിക്കിൾ കിക്ക് നേടി. 40-ാം വയസ്സിലും തന്റെ കഴിവ് തെളിയിച്ച ഈ ഗോൾ അദ്ദേഹത്തിന്റെ കരിയറിലെ 954-ാമത്തതും ഈ സീസണിലെ 10ാമത്തതുമായിരുന്നു. ഫുട്ബോൾ എന്ന ഗെയിമിനോട് അയാൾക്കുള്ള പാഷൻ മറ്റെന്തിനേക്കാളും മുകളിലാണ്. അല്ലെങ്കിൽ ഈ 40-ാം വയസ്സിൽ കളിക്കളത്തിൽ ഇത്രയും എനർജറ്റിക്കായി നിൽക്കാൻ സാധിച്ചെന്നു വരില്ല. ഫുട്ബോൾ കളിക്കണമെന്ന ചിന്ത മാത്രമാണ് അയാളെ മുന്നോട്ട് നയിക്കുന്നത്. തന്റെ 30-ാം വയസ്സിൽ നേടിയൊരു ബൈസിക്കിൾ ഗോൾ 40ാമത്തെ വയസ്സിലും നേടാൻ അയാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തന്റെ ശരീരത്തെ അതേ മെഴുവഴക്കത്തോടെ ഇപ്പോഴും റൊണാൾഡോ കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. സ്വയം വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അയാളുടെ ഏറ്റവും വലിയ ശത്രു. അതിനാൽ തന്നെ നിരവധി വിമർശനങ്ങളും ഈ കാലയളവിൽ അയാൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. വിമർശനങ്ങൾക്കപ്പുറം റൊണാൾഡോ മികച്ചൊരു കളിക്കാരനാണെന്നതിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. സംസാരം കുറക്കുക, ഇതുപോലെ പണിയെടുക്കുക, വിമർശനങ്ങൾ താനെ അടങ്ങി.